പ്രിയപ്പെട്ട സിറ്റി എസ്റ്റേറ്റിന്റെ മാനേജർ മൈക്കിൾ തിരിക്കാട്ടച്ച, അസിസ്റ്റന്റ് മാനേജർ പ്രിയങ്കരനായ സെമിനാരിയുടെ മാറിപ്പോയി സെമിനാരിയുടെ ഡയറക്ടർ പ്രിയങ്കരനായ തോമസ് മനോരിച്ച, കോർഡിനേറ്റർ വിളിച്ച പ്രിയപ്പെട്ട മറ്റ് വൈദികരെ, നായരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രപരമായ ഒരു കാര്യത്തിന് നമ്മൾ സാക്ഷികൾ ആവുകയായിരുന്നു. ഈ എസ്റ്റേറ്റ് ഈ നാടുകളിൽ മെരിക്കാട്ടച്ചന്റെയും പരവും മേലച്ചന്റെയും ശുശ്രൂഷകളാല് കുറച്ചുകൂടെ തളർത്ത് പൂത്തിട്ടുണ്ട്. രണ്ടുപേരും നല്ല കർഷകരാണ്. അവര് ഈ പറമ്പിലെ പണികളൊക്കെ സ്വന്തമായിട്ട് നടത്തിയാണ് ഇത് വളർത്തിയെടുക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആ കാർഷിക മേഖലയോടുള്ള താല്പര്യമാണ് നമ്മളുടെ വൈദിക പരിശീലനത്തിന്റെ ഒരു ഭാഗം പ്രത്യേക സെമിനാരി ഇവിടേക്ക് മാറ്റാമെന്ന് കരുതിയത്. ഞാൻ കഴിഞ്ഞ വൈദിക സമ്മേളനത്തിലും പ്രസ്ബിറ്ററൽ കൗൺസിലിലും ഈ കാര്യം അറിയിക്കുകയും അച്ഛന്മാരുടെ വലിയൊരു സപ്പോർട്ട് ഇതിലേക്ക് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ രൂപതയുടെ ഏറ്റവും വലിയ സമ്പത്താണിത്. അത്രയും സെമിനാരിയാണിത്. അത്രയും പുണ്യവാളിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മണ്ണായിരുന്നു, പ്രകൃതിയായിരുന്നു. അതുകൊണ്ട് ഈ മണ്ണിന്റെ പ്രാധാന്യം കുറെ കൂടെ മനസ്സിലാക്കാൻ വൈദിക പരിശീലനം ഇവിടെ നടത്തുന്നത് നല്ലതാണെന്ന് എനിക്ക് കുറെ വർഷങ്ങളായിട്ട് മനസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയതും പാടിയതും പഠിപ്പിച്ചതുമെല്ലാം ഈ പ്രപഞ്ചത്തെക്കുറിച്ചാണ്, സസ്യലതാദികളെ കുറിച്ചാണ്. വേദപുസ്തകവും സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചവുമാണ് ദൈവത്തിന്റെ വെളിപാട് എന്ന് ആവർത്തിച്ച് പറഞ്ഞ വലിയൊരു പുണ്യവാനാണ് അദ്ദേഹം. നമ്മളുടെ സ്ഥാനത്തിനൊക്കെ PhD എഴുതുന്നത് ഇബ്രാഹിം പുണ്യവാന്റെ ശാസ്ത്രത്തിലാണ്. നമുക്ക് വലിയൊരു അസറ്റാണ് അങ്ങനെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഏറ്റവും നല്ല പിതാക്കന്മാരെ പഠിച്ചവരും പഠിപ്പിക്കുന്നവരും ഉള്ള ഒരു രൂപത എന്ന നിലയിൽ മണ്ണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കൃഷി അറിയാവുന്ന ചെമ്മാച്ചന്മാരായിരുന്നു ഞങ്ങളെല്ലാവരും. അക്കാലത്ത് സെമിനാരിയിൽ വരുമ്പോൾ അറിയാവുന്ന ഏക കാര്യം അല്പം കൃഷിയായിരുന്നു. മാതാപിതാക്കളുടെ കൂട്ടത്തിൽ നടന്ന് ഇതെല്ലാം കണ്ട് പഠിച്ച്, പ്രത്യേകിച്ച് ഞങ്ങളുടെ പോലെ മലയോര പ്രദേശങ്ങളിൽ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നല്ലപോലെ അതിലെല്ലാം പങ്കെടുത്തിട്ടാണ് സെമിനാരിയിൽ വരുന്നത്. ഇപ്പോൾ അതെല്ലാം മാറി. അത്രയും പറമ്പും കൃഷിയും ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ കൂടുതൽ വരുന്നുണ്ട്. അവർക്ക് കൃഷി അറിയത്തില്ല, മണ്ണിന്റെ പ്രാധാന്യം അറിയത്തില്ല. അതുകൊണ്ട് ഈ ഒരു വലിയ അറ്റൻഡ് നമുക്ക് കൂടുതലായിട്ടുള്ള പ്രത്യാശ നൽകും എന്ന് നമ്മളെല്ലാവരും കുറച്ച് വിശ്വസിക്കുകയാണ്. സുറിയാനി നസ്രാണി സഭയുടെ ഏറ്റവും വലിയ പൈതൃകങ്ങളിൽ ഒന്നായിരുന്നല്ലോ മൽപ്പാനേറ്റ് സിസ്റ്റം. ബൈബിളും സുറിയാനിയും ലിറ്റററിയും അറിയാവുന്ന കർത്തനാരന്മാരുടെ കൂട്ടത്തിൽ അച്ഛന്മാരാകാൻ കൊള്ളും എന്ന് കരുതുന്ന വിദ്യാർത്ഥികളെ 10, 14, 15 വർഷങ്ങൾ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്രമമായിരുന്നു. നമ്മുടെ കലാരൂപതയ്ക്കുള്ളിൽ 10-13 സ്ഥലങ്ങളിൽ വലിയ മൽപ്പാൻ ഹൗസുകളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കത്തനാരുടെ ഇടവക വികാരിയുടെ ആ പള്ളി മുറി തന്നെയാണ്. അതിനോട് ചേർന്ന് ഒരു ദേവാലയം കേന്ദ്രമായി ജീവിക്കുകയാണ്. അങ്ങനെ ഉയർന്നു വന്ന ഒരു ചൊല്ലാണ് മൽപ്പാന യൗ യുൽപ്പാന. മൽപ്പാൻ ഗീവ്സ് ദ ഡോക്ടറിൻ. നല്ല ഒരു കത്തനാര് നല്ല ഡോക്ടറിൻ, സഭയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നു.
വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. മുതിർന്ന അച്ഛന്മാരോട് ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോഴെല്ലാം കോവിഡ് വന്ന ആ വർഷത്തിൽ നമ്മൾ 4 പള്ളികളിലായിട്ട് വലിയ വിദ്യാർത്ഥികളെ താമസിപ്പിച്ചു. അത് ഇടവകക്കാർക്കും എല്ലാം വലിയൊരു ആവേശമായിരുന്നു. ആ ഓർഡിനേഷൻ വന്നപ്പോൾ ആ ഇടവകയിൽ നിന്നെല്ലാം നിരവധിയായ ആളുകൾ വന്ന് ആ ഷിമാക്സിന്റെ തിരുപ്പട്ട സ്വീകരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും ഒരു മൽപ്പാൻ ഹൗസിന്റെ ഒരു ഗന്ധം ഇവിടെ ഉണ്ട്. ഇതൊരു വലിയ പട്ടണ പ്രദേശമല്ല. നമുക്ക് എന്നാൽ എല്ലാവർക്കും വരാവുന്നതും ഇവിടെ പ്രാർത്ഥിക്കാവുന്നതുമാണ്. നല്ല അച്ഛന്മാര് താമസിക്കുന്ന ഇടം ഒരു പള്ളിമുറി പോലെയാണ്, ദേറ പോലെയാണ്. നമുക്ക് നമ്മുടെ മൂല്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാനും അത് വളർത്താനും പറ്റിയ ഒരു ഇടമാണിത്. അങ്ങനെ ആ ഒരു ചിന്ത കൂടെ നല്ല അച്ഛന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ച് പഠിക്കുമ്പോൾ ഒരു 4 പേര് അച്ഛന്മാരുടെ തോട്ടത്തിന്റെ ഉടമകളായിട്ടും ഫോർമേഷന്റെ ആളുകളായിട്ടുമുണ്ട്. അവരുടെ കഠിനാധ്വാനം പ്രാർത്ഥനയും വലിയ വിദ്യാർത്ഥികൾക്ക് നല്ല ഗുണം കിട്ടുമെന്ന് വേണ്ടി ചെയ്യുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, തോട്ടം നനയ്ക്കാനായിട്ട് തോട്ടത്തിന്റെ വേദന്റെ നടുവിൽ നിന്നൊരു നദി പുറപ്പെട്ടു. അവിടെ വെച്ച് അത് 4 കൈവഴികളായി പിരിഞ്ഞു. ഒരൊറ്റ നദി പ്രതീക്ഷയിൽ 4ആയിട്ട് പിളർന്ന് ഒഴുകുകയാണ്. ഞാൻ പല അവസരങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. ഈ നദി നമ്മുടെ ഈ മർത്തോമാ ശ്ലീഹായുടെ ചുവട്ടിൽ കാണുന്ന കാര്യം തന്നെയാണ്. നമ്മളത് ഭാരതീയമായിട്ടുള്ള ഓർത്തഡോക്സാണ്, അതിലൊന്നും എനിക്കൊരു വിരോധമില്ല. വാസ്തവത്തിൽ ഈ 4 നദികളാണ് ഈ അടിയിൽ കാണുന്നത്. 2 എണ്ണം മുകളിലേക്ക്, വലിയ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നദികൾ മുകളിലേക്ക് ഉയർന്ന് ഒഴുകുന്നു. 2 എണ്ണം അതുപോലെയും 2 എണ്ണം അതിന്റെ അടിയിലുമാണ്. അതാണ് വാസ്തവത്തില് പ്രതീക്ഷയിലെ നദി. അവിടെ നിൽക്കുന്ന ജീവന്റെ വൃക്ഷമാണ് ഈ ശ്ലീഹ. ആ ശ്ലീഹ ബുദ്ധിന്റെ അടയാളമാണ്. അതിന്റെ അടയാളമാണ് ആ മുട്ടുകള്. ലോകത്തിന്റെ അതിർത്തി വരെ ഈ ജീവന്റെ വൃക്ഷത്തില് മുട്ടുകൾ വിടർന്ന് ഉദ്ധാനം പ്രഘോഷിക്കണം എന്നതാണ് ആ ശ്ലീഹായിലെ ബിബ്ലിക്കലായിട്ടുള്ള ഒരു ചിന്തയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അടിസ്ഥാനപരമായിട്ടുള്ള പ്രതീക്ഷയോടും ജീവന്റെ വൃക്ഷത്തോടും ഉദ്ധാനത്തിന്റെ പ്രഘോഷണത്തോടും എല്ലാം ബന്ധപ്പെട്ടതാണ്. അത് നമുക്കിവിടെ ചാപ്പലിലും നമ്മുടെ മറ്റു സ്ഥലങ്ങളിലുമെല്ലാം അതിമനോഹരമായിട്ട് ക്രമീകരിച്ചു. നമുക്ക് അതാണ് ആ ശ്ലീഹായാണ് നമ്മുടെ രക്ഷ. ഈ തോട്ടത്തിലേക്ക് പ്രതീക്ഷയിലെ ഈ നദികളിലേക്ക് നോക്കാനുമുള്ള അവസരമാണ്. ഒറിജിൻ അതേക്കുറിച്ച് വ്യാഖ്യാനിച്ചു. 4 നദികള് 4 സുവിശേഷങ്ങളാണ്. അദ്ദേഹത്തിന്റെ ആ ഒറ്റ സ്റ്റേറ്റ്മെന്റ് പിന്നീട് പരിശുദ്ധ കണ്ടിട്ടുള്ളതൊക്കെ നിരവധി തവണ ആവർത്തിച്ച് പ്രഘോഷണങ്ങളൊക്കെ കൊണ്ടുവന്നു. 4 നദികള് 4 സുവിശേഷങ്ങളാണ്. തിരുഹൃദയത്തെ കുറിച്ച് എൻസീക്ലിക്കല് പ്രബോധനം വന്നപ്പോഴും പറഞ്ഞല്ലോ, 4 സുവിശേഷങ്ങളും ഒന്നിച്ചിരിക്കുന്നത് ഈശോയുടെ ഹൃദയത്തിലാണ്, സീക്രട്ട് ഹാർട്ടിലാണ്. അങ്ങനെയുള്ള പരിശുദ്ധ പിതാക്കന്മാരുടെ പ്രബോധനങ്ങള്, ഭർത്താക്കന്മാരുടെ പ്രബോധനങ്ങളൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള നല്ലൊരു അവസരം കൂടിയാണ് ഇത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മണ്ണും കൃഷിയും ഒക്കെ നമുക്ക് കൂടുതൽ പരിചയമാകുമ്പോൾ നമ്മൾ കെവിഡ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലൂടെ ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്ന സോഷ്യൽ സർവീസിന്റെ ഫാക്ടറിക്കും ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. കോടികൾ മുടക്കിയാണ് നമ്മൾ ആ ഫാക്ടറി ആരംഭിച്ചത്. ഇവിടുത്തെ ഫലങ്ങൾ തന്നെ വെറുതെ പാഴായി പോകുന്ന ചക്കയും മറ്റ് ഫലമൂലാദികളും ശേഖരിച്ച് അവിടെ എത്തിച്ച് അതിനെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കി കൊടുത്താൽ നമുക്ക് വലിയൊരു മുന്നേറ്റമാണ്. ഇത് മാത്രം ശരിക്കും നോക്കിയാലും പറ്റും. അതുപോലെ നമുക്കിവിടെ ഇത്ര സമ്പന്നമായ ഒരു എസ്റ്റേറ്റ് ആർക്കും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നിരവധിയായ ഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന തോട്ടമാണിത്. അതൊരെണ്ണം പോലും നഷ്ടപ്പെടുത്താതെ നമുക്കതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അത് മെരിക്കാട്ടച്ഛനും റോമേലച്ഛനും ആരും പറഞ്ഞു കൊടുക്കാണ്ട്
അത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് അങ്ങനെ ആക്കുന്നതിൽ നമ്മുടെ വിദ്യാർത്ഥികൾ നല്ലപോലെ അതിൽ പങ്കുചേരണം. ഇവിടെ 2 സ്ഥാപനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. എസ്റ്റേറ്റും അതിൻ്റെ മാനേജർമാരും 4ാം വർഷ വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനം അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ കോർഡിനേറ്ററും. അത് നമുക്കതൊക്കെ പരിചയമുണ്ട്. പടങ്ങാനത്ത് കോറനാപ്പള്ളിയും അൽഫോൻസാമ്മയുടെ ഷൈനും വടവാതൂര് സെമിനാരിയും റിസർച്ച് ഫാക്കൽറ്റിയും എന്ന് പറയുന്നത് പോലെ ഇരട്ട യാഥാർത്ഥ്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ കരുതലും ശ്രദ്ധയും അതിലുണ്ടാകണം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാനുള്ള കേന്ദ്രമാണ്. 2ന്റെയും ഐഡന്റിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇവിടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചാപ്പൽ അതിമനോഹരമാക്കി, അതുപോലെ അവരുടെ കിടപ്പുമുറി, സ്റ്റഡി ഹാള്, കൂട്ടുമുറി, കളിസ്ഥലവും ഇപ്പോൾ ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ സെമിനാരിയുടെ സ്പേസ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതേസമയം തോട്ടത്തിന്റെ ഐഡന്റിറ്റി അത് വേറൊരു എൻറ്റിറ്റിയാണ്. അവിടെ ശുശ്രൂഷയ്ക്ക് നിൽക്കുന്ന മറ്റ് ആളുകളുണ്ട്. അവർ ചിലപ്പം രാത്രിയും പകലുമെല്ലാം ഇവിടെ ഉണ്ടായിരിക്കും. അതതിന്റെ ക്രമത്തിൽ നടക്കട്ടെ. ഇവിടെ കുട്ടികൾക്ക് നല്ല ശ്രദ്ധയും പരിഗണനയും ഏകാന്തതയും പ്രാർത്ഥിക്കാനുള്ള അവസരവും ഒക്കെ ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുന്നു. ഇതൊരു ആഘോഷത്തിന് വേണ്ടി എന്നാൽ നമുക്ക് എല്ലാം അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 24 മണിക്കൂർ തോട്ടത്തിൽ പോകാം, അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ച് വളർന്ന് ഇതുവഴി കിട്ടുന്ന ഒരു റെവലേഷൻ, നിങ്ങളുടെ സ്പേസ് നിങ്ങൾ കണ്ടെത്തുകയും അത് ഒരു മാസം കൊണ്ടൊക്കെ മനോരക്ഷനൊക്കെ കൃത്യം പറയാൻ പറ്റും എന്താണ് ഇതിന്റെ പോരായ്മ, അല്ലെ എങ്ങനെ ചെയ്യണം. ഈ അച്ഛനാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അച്ഛനത് ആ ഫ്രീഡം അച്ഛൻ എടുക്കാം. ഇതിന്റെ പരിശീലനത്തിൽ കുട്ടികളുടെ രൂപീകരണത്തിൽ ഏറ്റവും നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഇനി ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അത് അച്ഛനാണ് ഇതിന്റെ ഉത്തരവാദിത്വം. അച്ഛൻ്റെ അച്ഛൻ ഫോർമേറ്ററും കൊടുത്തുകൊണ്ട് ആ രീതിയിൽ നമുക്കൊരു ക്വാളിറ്റി ഉള്ള ഫോർമേഷൻ ആയിട്ട് ഇതിനെ മാറ്റണം. ഞാൻ ആദ്യം പറഞ്ഞൊരു ദേഹ പോലെ അതിൻ്റെ ആ സ്പിരിറ്റ് നമ്മൾ കാത്തു സൂക്ഷിക്കണം. ദൈവവചനം കൂടുതലായിട്ട് നമ്മൾ പഠിക്കണം. വചന ബന്ധമില്ലാത്ത നിരവധിയായ കാര്യങ്ങളിലേക്ക് നമ്മുടെ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനെല്ലാം എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഉത്തരം പരിശുദ്ധ വെള്ളിപ്പിഴാവും ഇപ്പോഴത്തെ പരിശുദ്ധ പിഴാവ് മാർപ്പാപ്പായും ഒക്കെ പറഞ്ഞല്ലോ. ഓരോ തിരുവചനത്തിലും ദൈവിക രഹസ്യങ്ങൾ മുഴുവനുമുണ്ട്. ഓരോ തിരുവചനത്തിലും അത് നമ്മൾ ആ ഒരു വലിയൊരു തുറവിയോടുകൂടി കാണണം, പഠിക്കണം. മുന്നറിയിപ്പിനൊക്കെ വലിയ ബൈബിൾ പണ്ഡിതനാണ്, വചന പണ്ഡിതനാണ്. ഇവിടെ ക്ലാസ് എടുക്കാൻ വരുന്നവരും നല്ല ക്വാളിഫൈഡാണെന്ന് വിളിക്കുക. അത്തരത്തിൽ പ്രേംപുണ്യവാളൻ പറഞ്ഞതുപോലെ സ്ക്രിപ്ചറും ഈ ക്രിയേറ്റഡ് പ്രതീക്ഷ, ഈ തോട്ടവും തമ്മിലുള്ള ആ ബന്ധം നമ്മുടെ കുട്ടികൾക്ക് അതുപോലെ പറഞ്ഞു കൊടുക്കണം. ഇത് വലിയൊരു പ്രസ്ഥാനമാണ്. ഇവിടെ നിന്നുള്ള തടിയാണ് നമ്മുടെ പുതിയ പാസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പണിതപ്പോൾ മുഴുവനും ഈ എസ്റ്റേറ്റിലെ തടിയാണ്. 1 ഇഞ്ച് തടി പോലും നമ്മൾ വേറെ വാങ്ങിച്ചിട്ടില്ല. നഴ്സിംഗ് കോളേജ് പണിതപ്പോഴും മുഴുവൻ തടിയും ഇവിടെ നിന്നും കരമനപ്പറമ്പിൽ നിന്നും മാറിപ്പറയും അന്നത്തെ സുന്നാരിപ്പറമ്പിൽ നിന്നും കുമ്മണ്ണൂരിൽ നിന്നും നമ്മൾ എടുത്തതാണ്. 1 കഷ്ണം തടി പോലും വേറെ വാങ്ങിച്ചിട്ടില്ല. അതാണ് നമ്മളിത് പ്രിസർവ് ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യമുണ്ട് ഇതൊക്കെ പണിയാം അല്ലെങ്കിൽ പണിയിപ്പിക്കാം. മെഡിസിറ്റി വന്നപ്പോഴും നമ്മൾ എല്ലാ ഫോറത്തിലും പറഞ്ഞ് തീരുമാനമെടുത്തിരുന്നു. അപ്പോൾ എഞ്ചിനീയർ സലീം പറഞ്ഞു തടി കുറെ കഴിയുമ്പോൾ കേടാകും, നമുക്കത് മറ്റ് സിമന്റ് കമ്പി രൂപത്തിലുള്ള ഇതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. പക്ഷേ അതിനുവേണ്ടി നമുക്ക് അതിന്റെ ഫ്രണ്ടേജും മറ്റെല്ലാം ശരിയാക്കാൻ വേണ്ടി ഇവിടുത്തെ തടിയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് സാധിച്ചത്. ആ ഒരു വലിയ കൗതുകം അല്ലെങ്കിൽ നമുക്കുള്ള സമ്പത്ത് ഈ എസ്റ്റേറ്റും ഇതിലെ ഓരോ ചെടിയുമാണ്. ഒരെണ്ണം നമ്മൾ വെട്ടുമ്പോൾ 2 എണ്ണം നമ്മൾ നടണം. ഞാൻ അടുത്ത നാളിലൊക്കെ നരേശന്മാരും പ്രത്യേകിച്ചന്മാരും ഒക്കെ വഴിയുണ്ടായി. അതുകൊണ്ട് തടി നമ്മൾ വെറുതെ വെട്ടിക്കളയുകയല്ല. ആരോ എന്തൊക്കെ എഴുതിയിട്ടിരിക്കുന്നത് ഞാനും കണ്ടു. ഞാനൊരു കാര്യം തുറന്നു പറയുകയാണ്, ഇത് വെട്ടാൻ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനാണ്.
പ്രതികരിച്ചതല്ല. അച്ഛൻ അത്ര മനസ്സിലായിരുന്നു. ഈ അൽഫോൻസിൻ പാസ്റ്റർ ഉൾപ്പെടെ ഇവിടുത്തെ തടി വെട്ടി നമ്മൾ ഉപയോഗിക്കണമെന്ന് നിരന്തരമായിട്ട് പറഞ്ഞതും തീരുമാനമെടുത്തത് ഞാനാണ്. അതുകൊണ്ട് വരുന്ന തർക്കങ്ങൾ വേറെ ആരുടെയും തല കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. അച്ഛൻ ഞാൻ പറഞ്ഞത് കേട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമ്മൾ സത്യം മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ഇനിയും ചിലപ്പോൾ ആവശ്യം വരും. നമുക്ക് രൂപതയ്ക്ക് വേണ്ടിയാണ്, സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യത്തിനും വേണ്ടിയല്ല. അപ്പൊ രൂപതയുടെ വളർച്ചയ്ക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഇനിയും ചിലതൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അപ്പോൾ നമുക്ക് വീണ്ടും ഈ നമ്മുടെ തോട്ടങ്ങളെ വീണ്ടും പുനഃപരിശോധിക്കുകയും അതിലെ തടികളും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നേക്കും എന്ന് ഞാനൊന്ന് ഇപ്പോഴൊന്ന് ഓർമ്മിപ്പിച്ചു മാത്രമേ ഉള്ളൂ. മറ്റാരുടെയും ശിരസിൽ ആ പാപഭാരം കൊണ്ട് വെക്കാതിരിക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. അവരെ ഞാൻ നിർബന്ധിച്ച് പഠിപ്പിച്ചതാണ്. മറ്റാർക്കും അതിന് ഉത്തരവാദിത്തമില്ല. ഞാൻ നിർബന്ധിച്ചതിന്റെ ഫലമാണ് ഞാൻ പറഞ്ഞ ഈ സ്ഥാപനങ്ങളെല്ലാം. അത് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഈ തോട്ടം നമ്മുടെ ഹൃദയത്തിലുള്ള സ്ഥലമാണ്. നമ്മൾ ആ ഒരു വലിയ ആകാംക്ഷയോട് കൂടിയാണ് നമ്മുടെ വലിയ വിദ്യാർത്ഥികളെയും ഇവിടെ അയക്കുന്നത്. അച്ഛന്മാരായി കഴിയുമ്പോൾ ഇവിടെ വരണമെന്ന് പറഞ്ഞാൽ പേടിക്കുന്നവരാകരുത്. ഇതിന്റെ മഹാത്മ്യം നിങ്ങൾ മനസ്സിലാക്കണം. വരുംകാലങ്ങളിലും നൂറ്റാണ്ടുകൾക്ക് നമ്മുടെ രൂപതയുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനപരമായിട്ടുള്ള മൂലധനം ഇതാണ്, ഈ എസ്റ്റേറ്റാണ്. ഭാഗികമായിട്ട് പൂത്തറപ്പള്ളി എസ്റ്റേറ്റ്. അപ്പൊ അതിന്റെ ആ ഒരു ഐഡന്റിറ്റി നമ്മൾ സൂക്ഷിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധ മാർപ്പാപ്പ അതിസമ്പന്നമായ എൻസൈക്ലിക്കൽ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഡിജിറ്റൽ മേഖലയിലാണ്. റോബോട്ടിക് ഉപകരണങ്ങൾ നമ്മൾ പഠിക്കുകയും അതുപയോഗിച്ച് സർജറികളും മറ്റ് പ്രബോധനങ്ങളും ഒക്കെ കൊടുക്കുന്ന കാലഘട്ടമാണ്. അവിടെയെല്ലാം പരിശുദ്ധാവിന്റെ എൻസൈക്ലിക്കല് നിങ്ങളച്ഛന്മാരൊന്ന് വായിച്ച് പഠിച്ചാൽ നല്ലതായിരുന്നു. ഞാൻ മുഴുവൻ വായിച്ചു. 2 രാത്രി പരീക്ഷയിൽ പോയിരുന്ന് മുഴുവൻ ഞാനത് വായിച്ചു. മനോഹരമായ ഒരു പ്രബോധനമാണ്. ആദ്യത്തെ 2 അധ്യായത്തില് അതുവരെയുള്ള ലയോ 13 മുതലുള്ള പിതാക്കന്മാരുടെ സോഷ്യൽ എൻസൈക്ലിക്കൽസിന്റെ സമ്മറി പറഞ്ഞ് അന്ന് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആയിരുന്നെങ്കിൽ ഇന്ന് AI റെവല്യൂഷനാണ്. ആ 2 വലിയ വിപ്ലവങ്ങളുടെ നടുവിൽ മനുഷ്യത്വം എവിടെയാണ്, കരുണ എവിടെയാണ്, സ്നേഹം എവിടെയാണ്, നഷ്ടപ്പെട്ടു പോയ വിശ്വാസത്തിന്റെ ഘടകങ്ങൾ എവിടെയാണ് എന്നൊക്കെ കണ്ടെത്താനുള്ള വലിയൊരു പ്രബോധനമാണ്. ഈ നാടുകളിലൊക്കെ അതേക്കുറിച്ച് വന്ന ഇംഗ്ലീഷ് മുഖലേഖനങ്ങളിലൊക്കെ ഞാൻ കണ്ടു. റോങ് ട്രെൻഡ്സ് ആർ ടു ബി അറസ്റ്റഡ് ആൻഡ് റിവേഴ്സ്ഡ്. അതാണ് മാർപ്പാപ്പ ഉദ്ദേശിക്കുന്നത്. ദർ ഈസ് നോ റൈറ്റ് വേ ഓഫ് ഡൂയിങ് എ റോങ് തിങ്. നമുക്ക് തോന്നിയതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് അത് ശരിയാണെന്ന് ന്യായീകരിക്കുന്ന ആ മേഖലയിൽ നിന്നൊക്കെ നമ്മൾ മാറണം എന്ന് പരിശുദ്ധ അതുവഴി നമ്മളെ ഗൗരവതരമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ബോംബിടുന്നത് ലോകം മുഴുവനല്ല, ഒരു പട്ടണത്തിലായിരിക്കും അല്ലെങ്കിൽ എയർപോർട്ടിലായിരിക്കാം, പക്ഷെ അതിന്റെ ഇമ്പാക്ട് ലോകം മുഴുവനാണ്. അതിന്റെ ഇമ്പാക്ട് ലോകം മുഴുവനാണ്. അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ വളരെ ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ലോകത്ത് നമ്മൾ ഇടപെടുമ്പോൾ യന്ത്രങ്ങൾ എല്ലാം ചെയ്തുകൊള്ളും, നമുക്കൊന്നും വേണ്ട എന്നുള്ള മട്ടിൽ നിൽക്കരുത്. ആ പേര് തന്നെ അതുപോലെ പരിശീലനം കൊടുത്തിരിക്കുന്നത് ഹ്യൂമാനിറ്റാസ്, മനുഷ്യത്വത്തിന്റെ മഹത്വം, ഡിഗ്നിറ്റി. അതാണ് അതിലെ ഒന്നിൽ കൊടുത്ത് പറഞ്ഞിരിക്കുന്നത്. അച്ഛന്മാരത് വായിക്കണം, ഇടവകയിൽ അതേക്കുറിച്ച് പഠിപ്പിക്കണം. നിങ്ങളുടെ പാരിഷ് കൗൺസിലും യൂത്ത് ഫോറങ്ങളിലുമൊക്കെ അത് ചർച്ചയ്ക്കെടുക്കണം. അപ്പോൾ നമുക്ക് ആധുനിക ലോകത്ത് എങ്ങനെ ജീവിക്കണമെന്ന് പരിശീലനം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ആ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. ഞാൻ വാക്കുകൾ സ്വീകരിക്കുകയാണ്. ഇതിനുവേണ്ടി വളരെയേറെ അധ്വാനിച്ച ആള് നമ്മുടെ പ്രൊപ്പറേറ്റർ മുഖനാട്ടച്ഛനാണ്. അച്ഛന് ഇവിടെ വന്ന ദിവസങ്ങളുടെ എണ്ണം പറയാൻ പോലും എനിക്കറിയത്തില്ല. അതുപോലെ ഇവിടെ വന്നു. 3 കാര്യങ്ങൾ അച്ഛൻ ഈ നാടുകളിൽ നമുക്ക് വേണ്ടി ചെയ്തു. ഒന്ന്, നമ്മുടെ അരമന കെട്ടിടം അടിമുടി നവീകരിച്ചു. 2, നമ്മുടെ ഷലോം സെന്റർ മനോഹരമായ രീതിയിൽ പുത്തനാക്കി. 3, ഈ നമ്മളുടെ ബംഗ്ലാവ് എസ്റ്റേറ്റിലുണ്ടായിരുന്ന ഈ ചാപ്പല്, അവരുടെ ഡോർമെട്രികള്, കൂട്ടുമുറി, അവരുടെ മറ്റു സൗകര്യങ്ങളെല്ലാം പുത്തനാക്കി
ചിലത് പുതിയത് പണിയേണ്ടി വന്നു. നമ്മളുടെ എസ്റ്റേറ്റ് മാനേജറുടെ വാസസ്ഥലം, അതിന്റെ അടുക്കളയും പരിസരവും വിപുലമായ രീതിയിൽ നവീകരിച്ചു. അങ്ങനെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഇതിനു വേണ്ടിയും അച്ഛൻ അധ്വാനിച്ചു. അതുപോലെ തന്നെയാണ് നമ്മുടെ മറ്റ് ഇതിലേക്ക് കൂടുതൽ സമയം എടുക്കുന്നില്ല. അഡാർട്ട് കേന്ദ്രം അതിമനോഹരമാക്കി മുഴുവനും നമ്മൾ പൊളിച്ച് മുകളിലെല്ലാം ഷീറ്റൊക്കെ ഇട്ട് അതും കുറെ നാളുകൾ കൊണ്ട് ജീർണിച്ചു കിടന്നൊരു സ്ഥലമായിരുന്നു. അങ്ങനെ 4 പ്രധാനപ്പെട്ട നവീകരണങ്ങൾ ബഹുമാനപ്പെട്ട മുത്തനാട്ടച്ഛന്റെ സാമർഥ്യവും അദ്ദേഹം എനിക്ക് വിപ്ലവകരമായ കാര്യങ്ങൾ നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി ചെയ്തയാളാണ്. ഒരു കാലത്തും രൂപത അദ്ദേഹത്തെ മറക്കില്ല. അതുപോലെ ഈ നവീകരണത്തിന്റെ ആവശ്യകതയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. മോശമായിട്ടുള്ളതെല്ലാം കളഞ്ഞ് പ്രിസർവ് ചെയ്യേണ്ടതെല്ലാം പ്രിസർവ് ചെയ്ത് അതിന്റെ ക്വാളിറ്റി നമുക്ക് കൊണ്ടുവന്നു. സെന്റ് സിപ്രിയാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സത്യത്തിന് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത കാര്യമെല്ലാം എറർ ഗ്രോൺ ഓൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഓൺലി ദ ട്രൂത്ത് സർവൈവ്സ്. മറ്റുള്ള കാര്യങ്ങളെല്ലാം വെറും മാനുഷികമായ കസ്റ്റംസ്, എറർ ഗ്രോൺ ഓൾഡ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്ക് ജീവിക്കേണ്ട കാര്യം വഴിയും സത്യവും ജീവനുമായ ഈശോയാണ് നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ള കാര്യം ഈ നവീകരണങ്ങളെല്ലാം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ ഈ കാര്യത്തിൽ എഞ്ചിനീയർ മോൺസും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ഇവിടെ നിരവധി ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട അവരുടെ കാര്യമൊക്കെ പറഞ്ഞു, ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നില്ല. അവരുടെ പ്രജാധ്വാനത്തെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അങ്ങനെ വലിയ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നമ്മുടെ രൂപതയുടെ ഏറ്റവും വലിയ ശ്രദ്ധേയമായ കേന്ദ്രമായ ഈ ശിവിയു എസ്റ്റേറ്റിൽ നമ്മൾ ആയിരിക്കുന്നത്. അത് ഇതുപോലെ പുനരുദ്ധരിക്കാനും നമ്മുടെ ശുമാശന്മാർക്ക് പഠിക്കാനുള്ള സ്ഥലവുമാക്കി മാറ്റാനായിട്ട് നമ്മുടെ വൈദിക സമിതി സമ്മതിച്ചു, കച്ചേരി സമ്മതിച്ചു. അങ്ങനെയാണ് ഈ ചേഞ്ചസ് എല്ലാം ഈ നാടുകളിൽ നമ്മൾ വരുത്തിയത്. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ദീപാവിനെ ഒരിക്കൽ കൂടി ഓർക്കുന്നു. രാവ് വന്ന് ഇത് വെഞ്ചരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകിയപ്പോൾ വലിയ ചരിത്ര പ്രാധാന്യമുള്ള കാര്യമായിട്ട് ഇത് മാറി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ സാന്നിധ്യത്തിനും ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തതിനും പ്രത്യേകമായിട്ട് ഞാൻ മനസ്സിൽ ഓർത്ത് സൂക്ഷിച്ച് നന്ദി പറയുന്നു. ധാരാളം അച്ഛന്മാരും ശുശ്രൂഷ വന്നു. ഈ പ്രാർത്ഥനയിലും ഇവിടുത്തെ ചെറിയ പാർട്ടീസ് കാര്യത്തിലുമൊക്കെ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്കും പ്രത്യേകം നന്ദി പറഞ്ഞതിന്റെ വാർത്തകൾ.